തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലാണ് 2.5 വയസ്സുകാരിയോട് മാപ്പർഹിക്കാത്ത കുറ്റം ചെയ്തിരിക്കുന്നത്. കുഞ്ഞിനെ നോക്കാനായി ശിശുക്ഷേമ സമിതി നിയോഗിച്ച താൽക്കാലിക ജീവനക്കാരായ 3 ആയമാർ. ഈ 3 പേർക്കുമെതിരെ പോക്സോ ചുമത്തിയിരിക്കുന്നു. കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത്. ഈ മുറിവേൽപ്പിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് മറ്റൊരു ജീവനക്കാരി ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴാണ്. കുഞ്ഞിന്റെ പ്രായം 2.5 വയസ്സ് മാത്രമാണ് എന്നതുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞിന് വൈദ്യസഹായം നൽകി. കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ തൃപ്തികരമാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. റിനു ശ്രീധർ നമുക്കൊപ്പമുണ്ട്. റിനു ശ്രീധർ, 3 ആയമാർ, അതിലൊരാൾ ഈ കുഞ്ഞിനോട് കൊടും ക്രൂരത കാണിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവർ ഈ കുറ്റകൃത്യം ഒളിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുകയായിരുന്നു. തീർച്ചയായും സുജയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ 3 പേരിൽ അജിത എന്ന് പറയുന്ന ആയയാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചത് എന്നുള്ളതാണ്, മുറിവേൽപ്പിച്ചത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം സിന്ധുവും മഹേശ്വരിയും ഇക്കാര്യം അറിഞ്ഞിട്ടും അത് മറച്ചുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തുടർന്നാണ് ഈ 3 പേർക്കെതിരെയും ഇപ്പോൾ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും. തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ്, ഡിസംബർ 1-നാണ് ഈ കുട്ടിയെ മറ്റൊരു ആയ കുളിപ്പിക്കുമ്പോൾ ഈ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് ഉള്ളതായി കാണപ്പെടുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇവരാണ് ഈ കൃത്യത്തിന് പിന്നിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നത്. ഈ 2.5 വയസ്സുള്ള കുട്ടിയും ഇക്കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ കുട്ടിയുടെ മൊഴി എത്രത്തോളം ഈ പ്രായത്തിൽ വിശ്വസിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ CWC ഉൾപ്പെടെയുള്ള കമ്മിറ്റി ചേർന്ന് കൃത്യമായി തന്നെ ഒരു വിലയിരുത്തൽ നടത്തി, പരിശോധന നടത്തിയതിനു ശേഷമാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നാണ് പോലീസിനെ വിവരം അറിയിക്കുകയും നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുവാനും ശിശുക്ഷേമ സമിതി തീരുമാനിച്ചത്. തുടർന്ന് മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പോലീസ് ഈ 3 പേരെയും 3 ആയമാരെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ 3 പേരും 5 വർഷത്തോളമായി ഇവിടെ ആയമാരായി ജോലി ചെയ്യുന്നു എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ നേരത്തെയും ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള കൊടും ക്രൂരത കുട്ടികൾക്കെതിരെ ഇവർ പ്രയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ തെളിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു കാരണവശാലും ഒരു കുട്ടികളോടും ചെയ്യാത്ത കൊടും ക്രൂരത തന്നെയാണ് ഈ കുട്ടിയോട്, ഈ 2.5 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയോട് ഇവർ ചെയ്തത്. സ്വകാര്യ ഭാഗങ്ങളിൽ നഖം ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കുട്ടിയെ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ 3 പേരെയും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിച്ച റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സുജ, 2.5 വയസ്സുകാരിയോടാണ് റിനു ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അവിടെ നിയോഗിച്ച, ഇപ്പോൾ അറസ്റ്റിലായ ഈ 3 ആയമാരും എത്ര കാലമായി അവിടെ ജോലി ചെയ്യുന്നവരാണ്. അതിൽ 3 പേരിൽ ഒരാൾ അജിത വർഷങ്ങളായി അവിടെ താൽക്കാലികമായി ജോലി ചെയ്യുന്നയാളാണെന്ന് കേൾക്കുന്നു. നമുക്കത് ഉറപ്പിക്കാമോ? തീർച്ചയായും നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 5 വർഷത്തോളമായി ഇവർ അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ 5 വർഷത്തോളമായി ഇവർ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതിനു മുൻപേയും ഈ കുട്ടികളോട് ഇത്തരത്തിലുള്ള കൊടും ക്രൂരത ഇവർ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികളെ പരിപാലിക്കുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ കുട്ടികൾ കിടന്നുറങ്ങുന്ന സ്ഥലങ്ങളിൽ, ഈ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ശിശുക്ഷേമ സമിതിയിൽ CCTV ദൃശ്യങ്ങളുണ്ട്. ഈ CCTV ദൃശ്യങ്ങളുടെ പ്രാഥമിക പരിശോധന കൂടി നടത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു നിയമ നടപടികളിലേക്ക് പോകുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ കുട്ടികളെ എവിടെ വെച്ചാണ് ഈ മുറിവേൽപ്പിച്ചത് എന്നുള്ളതടക്കം CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിച്ചത് എന്നുള്ളതാണ്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണെങ്കിൽ അവിടെ വെച്ചാണ് ദേഹോപദ്രവം ഏൽപ്പിച്ചതെങ്കിൽ കൃത്യമായി തന്നെ CCTV ദൃശ്യങ്ങളിൽ ഇതുണ്ടാവും. ഈ കുട്ടികൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഉൾപ്പെടെ CCTV ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ലഭിക്കുന്ന വിവരവും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ കൂടിയാകും. അതായത് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാൽ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത അതേ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നത് നിർഭാഗ്യകരമാണ്. കാരണം ശിശുക്ഷേമ സമിതി പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ പഴുതടച്ച സുരക്ഷ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പാക്കേണ്ടതാണ്. അവിടെ വെച്ചാണ് ജനനേന്ദ്രിയത്തിൽ ആ കുഞ്ഞിന് മുറിവേൽക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് കാര്യം പുറത്തേക്ക് വരുന്നത്. അതും അവിടുത്തെ ഒരു അനാസ്ഥയായി തന്നെ കാണേണ്ടതല്ലേ? കാരണം മേൽനോട്ടം കൃത്യമായി ഉണ്ടെങ്കിൽ ഈ സംഭവം നടക്കുന്ന ദിവസം തന്നെ അത് കൃത്യമായി ബോധ്യപ്പെടേണ്ടതല്ലേ? പരിശോധനകൾ നടക്കുന്നില്ലേ അവിടെ? തീർച്ചയായും കാര്യം പഴുതടച്ച സുരക്ഷാ സംവിധാനം. റോഷിപാലിലേക്ക് പോവുകയാണ്. റോഷിപാൽ, നമുക്ക് ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെടുമ്പോൾ ഇക്കാര്യത്തിൽ കിട്ടുന്ന ഒരു വ്യക്തത എന്താണ്? കൃത്യമായി ദിവസവുമുള്ള പരിശോധനകൾ, കുഞ്ഞിന്റെ ദേഹപരിശോധനയടക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കാറില്ലേ?
സുജയ, ശിശുക്ഷേമ സമിതിയിൽ കൃത്യമായി ക്യാമറകൾ, CCTV ക്യാമറകൾ ഉൾപ്പെടെ എല്ലാ അതിൻ്റെ ഓരോ ഫ്ലോറിലുമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന ഇടങ്ങളിലൊക്കെ CCTV ക്യാമറകളുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഒരു വിശദമായ ഒരു പരിശോധന നടന്നിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇത് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഏതായാലും കുളിപ്പിക്കുന്ന സമയത്താണ് ഈ കുട്ടിയിൽ ഈ മുറിവ് കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ അതിൽ പരാതി നൽകിയെന്ന് ശിശുക്ഷേമ സമിതി ഭരണസമിതി അറിയിക്കുന്നുണ്ട്. പോലീസിന് പരാതി നൽകി. പിന്നീട് പോലീസ് അക്കാര്യത്തിൽ അന്വേഷിച്ച് 3 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ 7 ദിവസം, ഒരാഴ്ചക്കാലം അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആളുകളെയാണ് 7 പേർ. അവർക്കെതിരെ സസ്പെൻഷൻ നടപടി എടുക്കേണ്ടി വന്നത് കൃത്യമായ ഈ വിവരം അത് കണ്ടെത്താൻ ആർ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്. 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവുണ്ടാക്കിയത് ശിശുക്ഷേമ സമിതിയിലെ താൽക്കാലിക ജീവനക്കാർ. കുഞ്ഞുങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചവർ രക്ഷകർ തന്നെ ശിക്ഷകരാകുന്ന സാഹചര്യമാണെങ്കിൽ അവിടുത്തെ സംവിധാനത്തിൽ എന്താണ് പാകപ്പിഴ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ ഒരു മാനസിക നില, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന്, അവരെ ശുശ്രൂഷിക്കുന്നതിന് പര്യാപ്തമാണോ എന്നുകൂടി നോക്കി വേണം താൽക്കാലികമായാലും സ്ഥിരമായാലും നിയമിക്കാൻ.